നമസ്കാരം. ആയൂർ ന്യൂസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. KPM ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA ജനറൽ ബോഡി യോഗവുമായി ബന്ധപ്പെട്ടുള്ള പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ് ഇന്നിപ്പോൾ ആയൂർ ന്യൂസ് സംപ്രേഷണം ചെയ്യുന്നത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹൈസ്കൂൾ വിഭാഗത്തിൽ 100% വിജയം നേടിയെന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞു. PTA പ്രസിഡന്റ് പറയുമ്പോഴും ഈ 100% വിജയിച്ച കുട്ടികളിൽ 100 കുട്ടികളിൽ എല്ലാവർക്കും എഴുതാനും വായിക്കാനും അറിയും. ഇതിപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള കുട്ടികൾക്ക് അവരുടെ ഭാവി കൂടുതൽ സുരക്ഷിതമാകും എന്നാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് എൻ്റെ ഒരു വിശ്വാസം. മറ്റൊരു കാര്യം, ഇവിടുത്തെ PTA കാരണം തീർച്ചയായും ഷാനവാസ് IAS ഞങ്ങൾ എല്ലാ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലായാലും അല്ലാത്ത മേഖലയിലൊക്കെ വലിയ വിഷയമാണ്. പക്ഷേ ഏതായാലും ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് ഞാനിപ്പോൾ ഭരണത്തിലിരിക്കുന്നവരെയും ഭരണത്തിന് മുമ്പിരിക്കുന്നവരെയും ആരെയും രാഷ്ട്രീയമായി കണ്ടു പറയുന്നത് എന്തൊക്കെ പോരായ്മകളുണ്ട് എന്ന് പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇക്കാര്യത്തിൽ മാത്രം എനിക്ക് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ഒരു നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. കാരണം ഈ ഒരു കാര്യത്തിൽ ഞങ്ങളൊക്കെ ഉന്നയിച്ച വിഷയം അത് വളരെ ഗൗരവമായിട്ടെടുത്ത് ഇപ്പോൾ അടുത്ത അധ്യയന വർഷത്തിൽ മാറ്റം വരുത്താനുള്ള ചങ്കൂറ്റം, അതിനൊരു ആണത്വം കാണിക്കാൻ അദ്ദേഹം തയ്യാറായി. ആ തയ്യാറായതിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊക്കെ ഒരു നഷ്ടം ഉണ്ടാവാം. ഈ നമ്മൾ KPMHS ഇപ്രാവശ്യം 100% വിജയം എന്ന് പറയുമ്പോൾ അടുത്ത പ്രാവശ്യം KPMHS 100% വിജയം ഉണ്ടാവുമെന്ന് ഉറപ്പും പറയാൻ എനിക്ക് കഴിയില്ല, ചിലപ്പോൾ ഇവിടുത്തെ ഹെഡ് മാസ്റ്ററിന് കഴിയില്ല. കാരണം അടുത്ത പ്രാവശ്യം 30 മാർക്ക് മിനിമം എഴുത്ത് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് വേണം. കാരണം ഇത് 20 മാർക്ക് 100-ന് അല്ലെങ്കിൽ 50 മാർക്ക് 50-ന് എന്ന് പറയുമ്പോൾ 10 മാർക്ക് അല്ലെങ്കിൽ 20 മാർക്ക്. 20 മാർക്ക് ഒരു വിദ്യാർത്ഥി പരീക്ഷ ഹാളിൽ കയറി ആൻസർ പേപ്പർ എടുത്ത് അതിൽ കുത്തിക്കുറിച്ചാൽ ആ കുട്ടി പാസ്സാവും. പണ്ടൊക്കെ എങ്ങനെയെങ്കിലും ഈ SLCക്ക് തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇന്ന് ട്യൂട്ടോറിയൽ പ്രസ്ഥാനങ്ങൾ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്. കാരണം SLC പരീക്ഷ കഴിഞ്ഞാൽ ഒരു 30% 40% വിദ്യാർത്ഥികൾ തോക്കുന്ന വിദ്യാർത്ഥികൾ പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപിക്കുന്നത്. ഇന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ട്യൂട്ടോറിയൽ 10ാം ക്ലാസ്സിന് വേണ്ടി പിറ്റേ വർഷം പരീക്ഷ എഴുതുന്നതിന് വേണ്ടി ക്ലാസ്സിന് പോകുന്ന ഏതെങ്കിലും ട്യൂട്ടോറുണ്ടോ? കാരണം മുഴുവൻ കുട്ടികളും ജയിക്കുക. ഈ ജയിക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? 72,000 വിദ്യാർത്ഥികൾ ഈ പ്രാവശ്യം A+ മേടിച്ചു. ഇപ്പം ഡൽഹി നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ലോകത്ത് അറിയപ്പെടുന്ന മറ്റ് യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളിൽ ഇവിടെ ഈ 72,000 എത്ര കുട്ടികൾ അവിടേക്ക് വരുന്നു? അപ്പൊ ആ യാഥാർത്ഥ്യം ഇന്ന് ഉൾക്കൊള്ളാൻ ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറായി എന്നുള്ളത് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. മറ്റു പല കാര്യങ്ങളിലും നമുക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് അടുത്ത വർഷം മുതൽ ഞങ്ങളുടെ മീറ്റിങ്ങിലും അദ്ദേഹം ഉറപ്പ് പറഞ്ഞു അടുത്ത വർഷം ഈ പരീക്ഷാ സമ്പ്രദായത്തിന് മാറ്റം വരും. മിനിമം 30 എഴുതാനും വായിക്കാനും അറിയാവുന്ന കുട്ടി പാസ്സാവണ്ട. അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇപ്പോഴത്തെ ഒരു പ്രശ്നം വെച്ചാൽ സ്കൂളിൽ വന്നോ എല്ലാ ദിവസവും പരീക്ഷ എഴുതിപ്പോയോ ആ കുട്ടി ജയിച്ചിരിക്കും. 100% എന്ന് പറയുന്നത് തീരെ പരീക്ഷ ഹാളിൽ കയറാത്ത കുട്ടിയൊക്കെയാണ് ഇപ്പം തീരെ പാസ്സാൻ നമുക്ക് ഈ എടുത്തു നോക്കിയാൽ കൃത്യമായിട്ട് അറിയാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിദ്യാർത്ഥികൾ ജയിക്കുന്നുണ്ട്. ഇല്ലാത്ത കുട്ടിക്ക് വീണ്ടും പഠിക്കാനോ അല്ലെങ്കിൽ അവന് മറ്റൊരു മേഖല തിരഞ്ഞെടുക്കാനോ ഇത് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്താനും കഴിയില്ല. എന്നാൽ താഴോട്ട് ഇറങ്ങാൻ പറ്റുമെങ്കിൽ താഴോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. SLC തൊട്ട് ജയിച്ചും പോയി അക്ഷരം അറിയാമോ അക്ഷരം അറിയണ്ടേ പറ്റാത്ത അവസ്ഥ. ആ അവസ്ഥയ്ക്ക് ഓരോ വിഷയത്തിനും പ്രത്യേക പരിശീലനം നൽകി വരുന്നു. ജൂലൈ 24 മുതൽ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് യൂണിറ്റ് ടെസ്റ്റ് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ക്ലാസ് തല ടെസ്റ്റുകൾ നടന്നു വരികയാണ്. YIP പ്രോഗ്രാമിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. കഴിഞ്ഞ വർഷം കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ YIP യങ് ഇന്നവേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്ന YIP അംഗങ്ങളായി ചേർന്നത് നമ്മുടെ സ്കൂളിൽ നിന്നാണെന്ന് അഭിമാനപൂർവ്വം അറിയിക്കുന്നു. സ്പോർട്സ്, ആർട്സ്, ശാസ്ത്രമേളകൾ എന്നിവയ്ക്കായി കുട്ടികളെ കണ്ടെത്തി പരിശീലനം നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മെയ് മാസത്തിൽ ഗുസ്തി, ഉഷു എന്നിവയുടെ പരിശീലന ക്യാമ്പ് നമ്മുടെ സ്കൂളിൽ നടന്നു. 24/6/2000 ആത്മധൈര്യത്തോടുകൂടി ആ ചുമതല ഏറ്റെടുക്കുവാൻ തയ്യാറായിട്ടുള്ളതിന്റെ പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള സജീവൻ ഇതിന്റെ വൈസ് പ്രസിഡന്റാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് എനിക്ക് കരുത്തായിട്ടുള്ളത്. അതുപോലെ നമ്മുടെ PTA അംഗങ്ങൾ, ഇവിടെ പുതുതായി തിരഞ്ഞെടുത്തിട്ടുള്ള PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ, അധ്യാപകർ, ഈ HM ഞാനും എല്ലാവർക്കും സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് ബിപിൻ സാർ. അപ്പൊ എനിക്ക് ശേഷം പഠിച്ചിട്ടുള്ള ആളാണ് ബിപിൻ സാർ. അപ്പൊ അത്തരത്തിൽ നമുക്കൊരു ടീമായി മണിയണ്ണനടക്കം
വലിയ ബന്ധമാണ് ആ വീടും ആ വ്യക്തിയുമായിട്ടെല്ലാം ഉള്ളത്. അപ്പോൾ നമുക്കെല്ലാം ഒരു മനസ്സോടു കൂടി നമ്മുടെ നാടിൻ്റെ പ്രിയപ്പെട്ട ഈ വിദ്യാലയത്തെ കൂടുതൽ കരുത്തോടെ ജനകീയമായി കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന് മാത്രം ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മളെ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ശക്തമായ ഒരു PTA പോകണം എന്നുള്ള ആഗ്രഹമാണുള്ളത്. ഏതായാലും നിങ്ങളോട് പറഞ്ഞതുപോലെ കഴിഞ്ഞ 4 വർഷം അവിടെ ഈ CD സ്കൂളിലെ PTA പ്രസിഡന്റായിരുന്നു. അദ്ദേഹം വന്നപ്പോൾ കുട്ടിയെ കൊണ്ടുവന്നു, പ്രസിഡന്റ് സാറിനും കൂടെ കൊണ്ടുപോയിരുന്നു എന്നതാണ്. എന്തായാലും പരിചയമുണ്ട്. അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണവും കൂടി നമുക്ക് PTA ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും എല്ലാവരും യോജിച്ച് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പെട്ട വിക്രമിലേക്ക് എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന്റെ ഭാവി വളരെ ശക്തമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞല്ലേ?